അസ്സലാമലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അസ്മാബി എന്ന് പറയുന്ന ഈ താത്താടെ ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. 3 വർഷമായിട്ട് ഈ താത്ത ഈ കൃത്രിമ ശ്വാസത്തിലൂടെയാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വാസകോശത്തിന് കംപ്ലൈന്റ് പറ്റിയിട്ട് ഇനി അതൊരിക്കലും മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കൃത്രിമ ശ്വാസമാണ് ഇപ്പൊ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാല് ഈ ശ്വാസകോശത്തിന് ഈ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മെഷീൻ ഇവരുടെ കംപ്ലൈന്റ് ആയിരിക്കുകയാണ്. ഈ കംപ്ലൈന്റ് ആയ മെഷീന് വലിയ സംഖ്യയൊന്നും വേണ്ട, 1 ലക്ഷം രൂപയെ ഈ മെഷീൻ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ളൂ. പക്ഷേ ആ മെഷീൻ വേണമെങ്കിൽ നമുക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ ഈ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോ ഇവരുടെ അവസ്ഥകൾ കണ്ടപ്പോ ഈ 1 ലക്ഷം രൂപ അവർക്ക് പോരാ. ഈ കുടുംബത്തിനെ മൊത്തമായിട്ട് ഇവരുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് തീർത്തു കൊടുക്കാൻ സാധിക്കണം എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിലേക്ക് വരുന്നത്. കാരണം അത്രമാത്രം ദയനീയമാണ് ഇവരുടെ സ്ഥിതി. നമ്മളത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ 2 പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിനും വേണ്ടി ഈ ഒരു ജീവൻ ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഈ കൃത്രിമ ശ്വാസവും ശ്വസിച്ചുകൊണ്ട് ഈ ഉമ്മാനെ കാണാൻ, ഈ മക്കൾക്ക് ഈ ഉമ്മാനെ കാണാനും ഈ ഭർത്താവിന് ഈ ഭാര്യയെ കാണാനും വേണ്ടിയിട്ട് പഠിച്ചവൻ ഇങ്ങനെ കടത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. സ്വന്തമായിട്ട് വീടില്ല. ഇവരുടെ വീട് പ്രളയം വന്നപ്പോ അത് മുഴുവൻ അതിൽ കുത്തിയൊലിച്ചു പോയി. അതിനുശേഷം ഈ ഒരു വീട്ടിലാണ് ഇവരിപ്പോ താമസിക്കുന്നത്. അത് മാത്രമല്ല ഈ 2 പെൺകുട്ടികളാണ്. അതിലൊരു പെൺകുട്ടി ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്. കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിയെ കെട്ടിച്ചു വിടണം. അത് മാത്രമല്ല ഇവരിങ്ങനെ കിടക്കുന്ന കാരണം ഇവരുടെ ഭർത്താവിന് ജോലിക്ക് പോകാൻ സാധിക്കില്ല. ഇവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ സ്ഥിതി എന്താണെന്ന് വെച്ചാല് അത്യാവശ്യം മരുന്നുകളും അതുപോലുള്ള മറ്റുള്ള ചെലവൊക്കെ നാട്ടുകാർ കൊടുത്തിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോ വല്ലാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് ചുരുക്കം. കഴിയുന്ന ആളുകൾ ഇവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. ആരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബമാണ്. സ്വന്തം വീടില്ലാത്ത ആളുകളാണ്. അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വിവാഹപ്രായം എത്തിയ കുട്ടി, ഇപ്പൊ ആ കുട്ടിക്ക് 15 വയസ്സായി. 2 വർഷം കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കണം. അത് മാത്രമല്ല ഇവർക്കുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ കുടുംബത്തെ സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഫോൺ നമ്പറും ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായം എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.